നമസ്കാരം. വെടിനിർത്തലിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഒരുപാട് കഥകളുണ്ട്, കഥകളുണ്ട് ഇസ്രായേലിന് പറയാൻ. വേറൊന്നുമല്ല, ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയും യുദ്ധം ചെയ്യുക, ഹമാസിനെതിരെ, ഹിസ്ബുള്ളക്കെതിരെ എന്ന് വേണ്ട സകലമാന ഹൂതികൾക്കെതിരെ എന്ന് വേണ്ട സകലമാന ആൾക്കാർക്കെതിരെയും യുദ്ധം ചെയ്യുക. ഇതാണ് ഇസ്രായേൽ അവരുടെ മുഖമുദ്രയാക്കി മാറ്റിയിരിക്കുന്നത്. ഇറാനെതിരെ ആയപ്പോഴാണ് കൈപൊള്ളിപ്പോയത്. നമ്മൾ ആലോചിക്കുക, 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു യുദ്ധം ഹമാസിനെതിരെ ആരംഭിച്ച യുദ്ധം ഇങ്ങനെ നിരന്തര യുദ്ധത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യവും സ്വീകരിക്കുന്ന ഒരു നടപടി ഏറ്റെടുത്തു. അതായത് ലക്ഷക്കണക്കിന് ആളുകളെ സന്നദ്ധരാക്കി മിലിറ്ററിയിലേക്ക് അല്ലെങ്കിൽ സേനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം വഴിയെ പോകുന്നവൻ പോലും ആയുധമെടുക്കാൻ അറിയാത്തവനെ പോലും ആ യുദ്ധത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളത് ഏതൊരു രാജ്യവും എടുക്കുന്ന ഒരു പ്രത്യേക നിർണായക ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ വന്നപ്പോൾ മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റു സ്ഥാപനങ്ങളിൽ കൃത്യമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന പല ഉദ്യോഗസ്ഥരെയും പല ജീവനക്കാരെയും നേരെ തിരികെ യുദ്ധത്തിലേക്ക് എത്തിക്കേണ്ടി വന്നു. ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങനെ കൊണ്ടുവരേണ്ടി വരികയും അതോടൊപ്പം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട ഗതികേടും ഈ പറയുന്ന ഇസ്രായേലിനുണ്ടായി. ഇത് ക്രമേണ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥമായ അല്ലെങ്കിൽ ആ വസ്തുതകൾ അല്ലെങ്കിൽ യഥാർത്ഥമായ സാമ്പത്തികമായ അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തികമായ സുസ്ഥിരത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ പറയുന്ന സ്ഥാപനങ്ങളിലൂടെയും വ്യവസായശാലകളിലൂടെയും ഒക്കെ വളർന്നു വരേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ വളർന്നു വരേണ്ട ഒന്നാണ് സാമ്പത്തികമായ സുസ്ഥിരതാവസ്ഥ. എന്നാൽ ഇതിന് വലിയൊരു ആഘാതമാണ് യുദ്ധങ്ങൾ ഇസ്രായേലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഏകദേശം 5% അവിടുത്തെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 5% മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് നിരന്തരമായ യുദ്ധങ്ങൾ ഇസ്രായേലിനെ കൊണ്ട് എത്തിച്ചത് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് എന്ന് പറയുന്നതാവും ശരി, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇപ്പം ഈ പറയുന്ന കമ്മി എന്ന് പറയുന്നത് ഏകദേശം 6% എന്ന നിലയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. 6% എന്നുള്ള നിലയിലേക്ക് കമ്മി വർദ്ധിച്ചു. 5% സമ്പദ് വ്യവസ്ഥ തകർന്നു. ഇനിയും എന്ന് വെച്ചാൽ ചുരുങ്ങിപ്പോയി. ഇനി ആകെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു വലിയ നേട്ടമുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ യുദ്ധങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ഏറെക്കുറെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ 5% വർധനവ് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടായേനെ. നമുക്കറിയാം, ഇറാനെതിരായിട്ടും അതോടൊപ്പം ഹിസ്ബുള്ളക്കെതിരായിട്ടും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഹമാസിനെതിരായിട്ടും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതൊരു വലിയ പണച്ചെലവ് വേണ്ടി വരുന്നൊരു കാര്യം. ഇത് യുദ്ധച്ചെലവെന്ന് പറയുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന ആയുധങ്ങൾ സമാഹരിക്കുക, ആയുധങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ്, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് ഫ്യുവല് വരെ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധിയായി യുദ്ധച്ചെലവുകൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ചെലവായിക്കൊണ്ടിരിക്കുന്ന 60% ഉയർന്ന ഈ യുദ്ധച്ചെലവ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ആ യുദ്ധച്ചെലവ് എന്ന് പറയുന്നത് ഏകദേശം, അതായത് പ്രതിരോധ ചെലവ് 60% ഉയരുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തെ തകർക്കാൻ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേണോ? 60% എന്ന് പറഞ്ഞാൽ ഈ എത്രത്തോളം വലുതാണ് എന്ന് ആലോചിച്ച് നോക്കാം ചെലവ്. അപ്പോൾ ചെലവ് 60% വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള ചെലവിൻ്റെ 50 അപ്പുറത്തേക്ക്, അതിൻ്റെ ഇരട്ടിക്കപ്പുറത്തേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് 60% എന്ന് പറഞ്ഞാൽ. അത് ചെറുതൊന്നുമല്ല, ചെറുതായ ചെലവല്ല എന്ന് നമ്മൾ ആലോചിക്കണം. അതൊരു വലിയ സാമ്പത്തികമായ ഒരു രാജ്യത്തെ തകർക്കാൻ അത് മതി. പിന്നെ ഈ പറയുന്ന പോലെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട ഗതികേട് വന്നു. കാരണം എന്താ? അവിടങ്ങളിലുള്ള ആൾക്കാരെ വഹിച്ചുകൊണ്ടുപോയി. ഇതിനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ മുങ്ങിത്താണു. സാമ്പത്തികമായ ഒരു വല്ലാത്തൊരു പ്രതിരോധത്തിലേക്ക് ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ചെന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2022 ഉണ്ടായിരുന്നൊരു സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ 6.5% ഒരുപക്ഷെ അത് 7-ലേക്കും 8-ലേക്കും ഒക്കെ എത്തേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് 2023 കാലഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ആ സാമ്പത്തിക വളർച്ചയുടെ തോതെന്ന് പറഞ്ഞാൽ വെറും 2% ചുരുങ്ങി. സാമ്പത്തിക വളർച്ചാ തോതാണ് പറയുന്നത്. വെറും 2% ചുരുങ്ങി. എന്നിട്ടോ 2024 എത്തിയപ്പോഴേക്കും 1% പോലും എത്തിക്കാൻ കഴിയുന്നില്ല. അതായത് 0.7% എന്നുള്ള നിലയിലേക്ക് അത് കുറഞ്ഞുപോയി സാമ്പത്തിക വളർച്ച. ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേട് എന്ന് പറഞ്ഞാൽ.
പിന്നെയോ ഇവിടെ ഉണ്ടാകുന്ന നിക്ഷേപങ്ങൾ, ഈ പറയുന്ന പോലെ ആ നിക്ഷേപങ്ങളിലുണ്ടായ കുറവെന്ന് പറഞ്ഞാൽ 67.8% കുറവ് നേരിട്ടിട്ടുള്ളത്. 67.8% കുറവ് നേരിട്ടു. പിന്നെ ഇത് കൂടാതെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് മിസൈൽ ആക്രമണങ്ങളും ഈ പറയുന്ന ബോംബ് ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും ഒക്കെ നേരിട്ട് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേക ഭൂവിഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അതീവ ദാരിദ്ര്യത്തിലേക്കും അതീവമായ ദുരിതത്തിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിനെല്ലാം കാരണക്കാർ? ഇസ്രായേൽ തന്നെയാണ് കാരണക്കാർ. ഒരു രാജ്യത്തെ തകർത്ത് എറിഞ്ഞത് ആ നെതന്യാഹു എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രി തന്നെയാണ്, ഇസ്രായേലിൻ്റെ സ്വന്തം നെതന്യാഹു. അയാൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ 5% ചുരുങ്ങിപ്പോയതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇനിയിപ്പം ഒരു യുദ്ധത്തിലൂടെ ഇറാനെ ഇനി പരാജയപ്പെടുത്തി ഇറാൻ്റെ ആയുധശേഖരങ്ങൾ നശിപ്പിച്ച് കളയാനുള്ള ആയുധബലമോ ആൾബലമോ ഒന്നും ഇല്ല സത്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്. അത് അമ്പയെ തകർന്ന് നിലംപരിശായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ആയുധം ഉണ്ടാക്കണമെങ്കിലോ യുദ്ധ ചെലവ് വഹിക്കാനോ തക്ക ശേഷി നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനില്ല. സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കത്തിലാണ്. അപ്പോൾ ഈ ഒരു സവിശേഷമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നെതന്യാഹു ഇപ്പോൾ പുതിയൊരു അടവ് കൊണ്ടുവച്ചിരിക്കുന്നത്. ട്രംപുമായി ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനുമായി ഒരു സന്ധി സംഭാഷണത്തിനും ഒരു വെടിനിർത്തൽ, കാരണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്രത്തോളം തകർന്ന് നാശക്കോട്ടയായി നിൽക്കുകയാണ്. കാര്യം നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ പറയുന്ന ഇസ്രായേലിന് ഇനിയും ആ പാടെ കുറച്ച് ദിവസം, ഏകദേശം ഒരാഴ്ച മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ആയുധങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. അതും കൂടെ തീർന്നാൽ പിന്നെ തീർന്നു. പിന്നീട് ഈ ഒരു ആയുധം നിർമ്മിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക അവസ്ഥയിൽ നിന്നുകൊണ്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യം ഇല്ലാതെയാകും, വാനിഷായി പോകും. ഈ രാജ്യത്തെ സകലമാന ആളുകളും ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥ വരും. ഒരു രാജ്യം തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തും. അതാണ് നെതന്യാഹു ചെയ്തു വെച്ച ഏറ്റവും വലിയ, ഇസ്രായേലിന് ചെയ്തു വെച്ച ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അതാണ്. നെതന്യാഹുവിൻ്റെ ഈ എടുത്തുചാട്ടം ഹിസ്ബുള്ളയ്ക്കെതിരെ അവരെല്ലാം അങ്ങ് പിടിച്ചെടുക്കുക, അവരെല്ലാം ഒതുക്കുക. സ്വന്തം തടവുകാരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ആൾക്കാരല്ലേ ഇവർ. സ്വന്തം തടവുകാരെ പോലും ഹിസ്ബുള്ള പിടിയിലാക്കി വെച്ചിരിക്കുന്ന, ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന സ്വന്തം ആൾക്കാരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തത്ര ദരിദ്രമായ ആ ഒരു അവസ്ഥയിലേക്ക് സത്യം പറഞ്ഞാൽ ഇസ്രായേൽ കൂപ്പുകുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവ് വളരെ പാടാണ്. ഇനിയൊരു നിലനിൽപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.